യൂറോപ്പിലെ ഏറ്റവും ഫോട്ടോജനിക് പാലങ്ങളിൽ ഒന്നാണ് ഈ ഡെവിൾസ് ബ്രിഡ്ജ്. ജർമ്മനിയിലെ മിസ്റ്റീരിയസ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്ന ഈ പാലം ശരിക്കും വെള്ളത്തിലൂടെയുള്ള അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ പെർഫെക്റ്റ് സർക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളിലേക്ക് ഇതൊരു വിഷ്വൽ ഇല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. 1860 നിർമ്മിച്ച ഈ പാലം ജർമ്മനിയിലെ ക്രൊംലാവോ പാർക്കിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും ഇതൊരു ഉൾക്കാടാണെന്നൊക്കെ പറയാം. ഇവിടെയുള്ള പണ്ടത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദിസ് വാസ് ബിൽറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡെവിൾ ഹിംസെൽഫ് എന്ന്. അതൊരു റൂമർ ഫാക്ടർ ആണെങ്കിൽ പോലും ഇപ്പോഴും പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അതിൻ്റെ പിന്നിലെ കഥയായിട്ട് പറയപ്പെടുന്നത് പണ്ട് കാലത്ത് ജർമ്മനിയിലെ കാടുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു നദി ഉണ്ടായിരുന്നെന്നും ഈ നദി കടക്കാൻ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നെന്നുമാണ്. അപ്പം അവിടെ താമസിച്ചിരുന്ന ആളുകൾ പലതവണ പാലം പണിയാൻ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും പാലം തകർന്നു പോകുമായിരുന്നത്രേ. അപ്പം ഒരു ദിവസം പെട്ടെന്ന് ഒരു അന്യദേശക്കാരൻ അവിടെ എത്തിയിട്ട് ഈ പാലം ഒരു രാത്രി കൊണ്ട് അവൻ പണിഞ്ഞു കൊടുക്കാമെന്നും പക്ഷെ ആദ്യം പാലം കടക്കുന്ന ജീവൻ്റെ ആത്മാവ് അവന് വേണമെന്നായിരുന്നു വ്യവസ്ഥ വെച്ചിരുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥ കേട്ട ഗ്രാമവാസികൾ ഭയപ്പെട്ടിട്ട് ഇതൊരു അന്യനല്ല, ശരിക്കും പിശാചാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അവർ മനുഷ്യന് പകരം ആദ്യം പാലം കടക്കാൻ ഒരു നായയാണ് കടത്തിവിട്ടത്. അപ്പോൾ അത് കണ്ട് കോപത്തിലായ പിശാച് അപ്രത്യക്ഷനായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കഥ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു വിഷ്വൽ ഇല്യൂഷൻ തരുന്നതിനോടൊപ്പം ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒരു മാന്ത്രിക വാതിൽ പോലെയൊക്കെ തോന്നിപ്പോവും. ശരിക്കും ആ റിഫ്ലക്ഷൻ കാണുമ്പോഴത്തേക്ക് അതൊരു മാന്ത്രിക വാതിലാണെന്നും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു പോകാമെന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ പതിയെ കഥയൊക്കെ അറിഞ്ഞ് നമ്മൾ ശരിക്കും അതിൻ്റെ ഉൾക്കാടിലേക്ക് പോയപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വാഗമണിൽ പോയ ഒരു പ്രതീതിയൊക്കെ എനിക്ക് കിട്ടി. അവിടെ ഉള്ള ഈ കാട് മരമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പൈൻ ഫോറസ്റ്റ് ഇല്ലേ നമ്മുടെ വാഗമണിൽ, അതുപോലെയൊക്കെ തോന്നി കേട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീക്കെൻഡ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബസ് സർവീസ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഫോണിൽ മാപ്പ് ഇട്ടിട്ട് നമ്മൾ നടന്നു. ശരിക്കും വഴിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും നല്ലതുപോലെ ഭയന്നു. കാരണം ഏത് വഴിയിലേക്കാണ് പോകേണ്ടത് നമുക്ക് നല്ല റേഞ്ചും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഈ മാപ്പ് കണ്ടപ്പോൾ ശരിക്കും ഒന്ന് പേടിച്ചു. കാരണം നമ്മൾ ജർമ്മനിയിൽ നിന്നും പോളണ്ടിന്റെ ബോർഡറിലൂടെ നടന്നു പോകുന്നു എന്നാണ് ആ മാപ്പ് പറഞ്ഞു തന്നത്. പ്രദേശമാണ്. അപ്പം നമുക്ക് വേറെ ഒരു വിധത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനും അവിടെ അവൈലബിൾ അല്ല. അത് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് നമുക്ക് അറിയുന്നില്ലായിരുന്നു. ഏതായാലും ഒരു വിധത്തിൽ നമ്മൾ മാപ്പൊക്കെ ഇട്ട് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല.